السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ പടച്ചറപ്പിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിയുന്നത്ര പാലിച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ പരിമിതമായ ഐഹിക ജീവിത സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഉപയോഗപ്പെടുത്തി അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഗാശിയയിലെ 3 വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. ഈ 3 വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസിയും വിശ്വാസിനിയും ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ തന്നെ ഒരുപാട് ചുറ്റുപാടുകൾ ഉണ്ടായിട്ടും ഈ സമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയതും ഇനി ഇശാ നമസ്കാരം നിർവഹിച്ചതും ഇനി തറാവിഹ് നമസ്കാരം നിർവഹിക്കുന്നതൊക്കെ തന്നെ നാളെ പരലോകത്ത് ശാശ്വതമായ ജീവിതത്തിൽ നമുക്ക് രക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളും എല്ലാ പുണ്യകർമ്മങ്ങളും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മരണശേഷം ഒരു ലോകം വരാനുണ്ട്. അത് അവസാനമില്ലാത്ത, അറ്റമില്ലാത്ത, അനശ്വരമായ ലോകമാണ്. ആ ശാശ്വതമായ ജീവിതത്തിൽ നമുക്ക് രക്ഷ ലഭിക്കണം. ഭയാനകമായ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കണം. അല്ലാഹുവിൻ്റെ മഹത്തായ സ്വർഗം നമുക്ക് ലഭിക്കണം. അതിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും എല്ലാ പുണ്യകർമ്മങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെങ്ങനെ ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു, അന്നപാനീകൾ ഉപേക്ഷിച്ചുകൊണ്ട് പകൽസമയത്ത് നോമ്പനുഷ്ഠിക്കുന്നു, അങ്ങനെ ഒരുപാട് ആരാധനാ കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ നാളെ പരലോകത്ത് നമ്മൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് ഈ കർമ്മങ്ങളൊന്നും അല്ലാഹു തആല സ്വീകരിക്കാതെ, നമ്മുടെ ഈ കർമ്മങ്ങളൊന്നും ഫലപ്പെടാതെ നമ്മൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഭയാനകമായ ഒരു സാഹചര്യം നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നതാണ് വുജൂഹുൻ യൗമഇദിൻ ഖാശിയ. അന്നത്തെ ആ ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ ചില മുഖങ്ങൾ, ചില മനുഷ്യന്മാർ അവരെ പേടിച്ച് തല താഴ്ന്നവരായിരിക്കും. മുഖങ്ങൾ താഴ്ന്നുകൊണ്ട് പേടിച്ചിങ്ങനെ തല താഴ്ത്തിക്കൊണ്ടാണ് ഹാജരാക്കപ്പെടുക. എന്തുകൊണ്ടാണത്? അവർ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ല. ആമിലത്തുൻ നാസിബ. അവർ ദുനിയാവിൽ ജീവിക്കുമ്പോൾ കുറെ കർമ്മങ്ങൾ ചെയ്ത് അധ്വാനിച്ച് ക്ഷീണിച്ചു കൊണ്ടാണ് പരലോകത്തെ ഹാജരാക്കപ്പെടുക. പക്ഷെ അവർ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങളൊന്നും അവർക്ക് പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന കർമ്മം ഇതൊക്കെ നാളെ പരലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു പക്ഷേ നാളെ പരലോകത്തേക്ക് ഒരു ഉപകാരവും പെടാതെ പോയാൽ
ഇത് വളരെ പ്രയാസകരമായ സാഹചര്യമാണല്ലോ. എന്നാൽ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ അധ്യാപനങ്ങളും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മെ പഠിപ്പിച്ച 4 മാനദണ്ഡങ്ങളെ പറ്റിയാണ് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ പറയുന്നത്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ പുണ്യകർമ്മങ്ങൾ പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം. കുറ്റമറ്റ വിശ്വാസത്തിന്റെ ഉടമകളായിരിക്കണം. ഒരിക്കലും നമ്മുടെ വിശ്വാസം ശിർക്ക് കെട്ടാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു പോയാൽ ആ ശിർക്കോട് കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്ക് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ദൈവദൂതന്മാർക്കും, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല വഹീ നൽകിയിരിക്കുന്നു. ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ, ലയഹബതന്ന അമലുക, താങ്കളുടെ എല്ലാ കർമ്മങ്ങളും പാഴായി പോവുക തന്നെ ചെയ്യും. മിനൽ ഖാസിരീൻ, അങ്ങനെ താങ്കൾ നഷ്ടക്കാരിൽ അകപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ മറ്റുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കയറാൻ പാടില്ല. ശിർക്കോട് കൂടി നമ്മൾ എന്തെങ്കിലും അമൽ ചെയ്താൽ ആ അമൽ സ്വീകരിക്കാമെന്ന് അള്ളാഹു തന്നെ ഏറ്റിട്ടില്ല. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ, അത് നമസ്കാരമാകട്ടെ, അത് പ്രാർത്ഥനയാകട്ടെ, അത് നേർച്ച വഴിപാടുകളാകട്ടെ, അത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ ഏതെങ്കിലും ഒന്നും അള്ളാഹുവല്ലാത്ത ആർക്കെങ്കിലും, അത് അള്ളാഹുവിന്റെ മലക്കുകളാകട്ടെ, അത് പ്രവാചകന്മാരാകട്ടെ, അത് ഔലിയാക്കളാകട്ടെ, അത് അമ്പിയാക്കളാകട്ടെ, അത് ജാറങ്ങളാകട്ടെ, അത് മക്ബറുകളാകട്ടെ, എവിടെയെങ്കിലും നമ്മൾ അർപ്പിച്ചാൽ അതാണ് ശിർക്ക് എന്ന് പറയുക. അങ്ങനെ നമ്മൾ ജീവിതം ശിർക്ക് ചെയ്താൽ, ആ ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്റെ അമലുകൾ, അവരുടെ നമസ്കാരമാകട്ടെ, അവരുടെ സക്കാത്താകട്ടെ, അവരുടെ നോമ്പാകട്ടെ, അതൊന്നും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നാണ് സൂറത്ത് സുമറിൽ അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഒന്നാമത്തെ മാനദണ്ഡം നമ്മുടെ വിശ്വാസം അത് കറകളഞ്ഞതായിരിക്കണം. അത് കറകളഞ്ഞ തൗഹീദിന്റെ ഉടമയായിരിക്കണം. ശരിയായ വിശ്വാസം പുലർത്താതെ ജീവിതത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ മാനദണ്ഡം, നമ്മൾ ഏതൊരു ആരാധന ചെയ്യുന്നുവെങ്കിലും നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത് അല്ലാഹു തആല കൽപ്പിച്ച കർമ്മങ്ങളായിരിക്കണം. അല്ലാഹു തആല കൽപ്പിക്കാത്ത, പ്രവാചകൻ കൽപ്പിക്കാത്ത കർമ്മങ്ങൾ, നമുക്ക് തോന്നിയ കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ അതും പടച്ച റബ്ബ് നാളെ പരലോകത്ത് സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ മാനദണ്ഡം. മൂന്നാമത്തെ വിഷയം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്, ആരാധനകള്, പുണ്യകർമ്മങ്ങള്, അത് പടച്ച റബ്ബ് കൽപ്പിച്ചതാണെങ്കിലും ശരി, അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് മഹാനായ പ്രവാചകൻ നമുക്ക് മാതൃകയായി പഠിപ്പിച്ചെന്നുവോ അത് ആ പ്രകാരം തന്നെ ചെയ്യണം. അത് നല്ലതല്ലേ, ഇത് നല്ലതല്ലേ, എന്താ കുഴപ്പപ്പെടുത്തി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന കർമ്മങ്ങൾ ചെയ്താൽ അതൊന്നും പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല. മഹാനായ പ്രവാചകൻ പറഞ്ഞുവല്ലോ, മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മൾ ഈ കാര്യത്തിൽ ദീനിയായ വിഷയങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു. മഹാനായ പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഈ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതിയതായി ഉണ്ടാക്കിയാൽ അതൊരിക്കലും സ്വീകാര്യമല്ല, അത് തള്ളപ്പെടുന്നതാണ്. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ, നമസ്കാര ശേഷമുള്ള കൂട്ട പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുന്നില്ല. ആ പ്രാർത്ഥനയ്ക്ക് വലിയ കുഴപ്പമുണ്ടോ? പലപ്പോഴും ആ പ്രാർത്ഥന കേട്ടല്ലേ അതിൽ ദിക്റുകളാണുള്ളത്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ദിക്റുകള്, അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷേ ആ കർമ്മം നമ്മൾ നിർവഹിക്കാറില്ല. എന്തുകൊണ്ട്? അങ്ങനെ നമസ്കാര ശേഷം ഒരു കൂട്ട പ്രാർത്ഥന നിർവഹിക്കാൻ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ നമ്മൾ ജനാസ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലാറില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ഉന്നതമായ വചനമാണ്, പക്ഷെ നമ്മൾ ചൊല്ലാറില്ല. ഒരു മനുഷ്യന് വളർന്നു കഴിഞ്ഞാൽ അവർ തലക്കീ ചൊല്ലി കൊടുക്കുന്നത് നമ്മൾ ചെയ്യാറില്ല. ഈ ഒരുപാട് ആചാരങ്ങൾ നമ്മൾ നിർവഹിക്കാറില്ല. പക്ഷെ അതൊക്കെ കണ്ടാൽ അത് ഒരു കുഴപ്പവുമുള്ള വിഷയമില്ല. പക്ഷെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചില്ല. ആ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അത്
അള്ളാഹുവിന്റെ പ്രവാചകൻ മാതൃകയായി പഠിപ്പിച്ച കാര്യമാണോ ആ കർമ്മങ്ങൾക്ക് മാത്രമാണ്, ആ ഒരു ആരാധനക്ക് മാത്രമാണ് നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുക. അതല്ലാതെ നമുക്ക് തോന്നിയ കുറെ കാര്യങ്ങൾ ചെയ്താൽ അതൊന്നും നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയില്ല. നാലാമത്തെ മാനദണ്ഡം, ഇതൊക്കെ ചെയ്താലും ശിർക്ക് നമ്മൾ ശിർക്ക് ചെയ്യുന്നില്ല, യഥാർത്ഥ മുവഹിദാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പടച്ച റബ്ബ് കൽപ്പിച്ച കർമ്മങ്ങളാണ്, അല്ലെ പ്രവാചകൻ നിർദ്ദേശിച്ച കർമ്മങ്ങളാണ്. അതൊക്കെ പ്രവാചകൻ നിർദ്ദേശിച്ച അതേ പ്രകാരം നമ്മൾ ചെയ്യുന്നു. പക്ഷേ അതൊക്കെ ചെയ്യുന്നതിന്റെ പുറകിൽ നമ്മുടെ ഉദ്ദേശം അത് മറ്റുള്ളവരുടെ ബഹുമാനവും ആദരവും ലഭിക്കണം, സമൂഹത്തിൽ അംഗീകാരം ലഭിക്കണം, സ്വാധീനം ലഭിക്കണം, അധികാരം ലഭിക്കണം, ഭൗതികമായ താല്പര്യമാണെങ്കിൽ നമ്മൾ ഈശാ നമസ്കാരം നിർവഹിച്ചു, നമ്മൾ നോമ്പനുഷ്ഠിച്ചു, ഇതിനൊക്കെ പുറകെ ജനങ്ങളുടെ സ്നേഹവും ബഹുമാനം ലഭിക്കണം, ആദരവ് ലഭിക്കണം, അംഗീകാരം ലഭിക്കണം. മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യമാണെങ്കിൽ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരു ഫലവുമില്ല. അത് സഹോദരന്മാരെ, നമ്മൾ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഒരിക്കലും ഭൗതികമായ താല്പര്യം ഉണ്ടാകാൻ പാടില്ല. ഈ കർമ്മം നാളെ പരലോകത്തേക്ക് എനിക്ക് ഉപകാരപ്പെടണം, നാളെ അള്ളാഹുവിന്റെ രക്ഷ ലഭിക്കാൻ ഈ ആരാധന, ഈ പുണ്യകർമ്മം, ഈ ദാനകർമ്മം എനിക്ക് ഉപകാരപ്പെടുന്ന ആത്മാർത്ഥമായ ആ നിയ്യത്തോടു കൂടി ആയിരിക്കണം എല്ലാ അമലിസ്വാലിഹാത്തുകളും, എല്ലാ ആരാധനകളും നമ്മൾ നിർവഹിക്കരുത്. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആമിലത്തുന്നാസിബം, നല്ല പരലോകത്ത് ദുനിയാവിന് കുറേ അധ്വാനിച്ചുകൊണ്ട് ഒരുപാട് പണിയെടുത്തുകൊണ്ട് നല്ല പരലോകത്ത് ഹാജരാക്കപ്പെടും. പക്ഷേ അതിന് ഒന്നും ഉപകാരപ്പെടാതെ അവർ ചൂടേറിയ ആ നരകത്തിൽ അവർക്ക് പ്രവേശിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ വളരെ കുറഞ്ഞ കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങൾ പോലും ഫലപ്രദമാകാതെ പോയാൽ അത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യമായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹിദായിക്കൊണ്ട് പടച്ചറബ് കൽപ്പിച്ചത് പ്രകാരം, പ്രവാചകൻ മാതൃകകൾ കൽപ്പിച്ചത് പ്രകാരം ഭൗതികമായ താല്പര്യം ഒന്നുമില്ലാതെ ആ നിയ്യത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യഥാർത്ഥമായ രൂപത്തിൽ അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ,